കഴിഞ്ഞ 8.5 പതിറ്റാണ്ടിലേറെക്കാലമായി വടക്കാഞ്ചേരിയുടെ തിരുനെറ്റിക്കൊരു തിലകക്കുറി ചാർത്തിക്കൊണ്ട് വ്യാപാര രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന മാണി സൺസ് ഓട്ടുപാറ വടക്കാഞ്ചേരി. അവിടെ പലചരക്ക്, സ്റ്റീൽ, അലൂമിനിയം പാത്രങ്ങൾ, എല്ലാവിധ ഹോം അപ്ലയൻസസും മികച്ച രീതിയിൽ മിതമായ നിരക്കിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നു. ഇതുതന്നെ സന്ദർശിക്കൂ മാണി സൺസ് ഓട്ടുപാറ വടക്കാഞ്ചേരി. നമ്മളിപ്പോൾ നിൽക്കുന്നത് വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ അടാട്ട് പ്രദേശത്താണ്. ഇവിടെയുള്ള പ്രദേശത്തെ ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. വടക്കാഞ്ചേരിയിൽ തവണ ആര് വിജയിക്കും? വൈശാഖ് വിജയിക്കും. ഒരു തുടർ ഭരണം ഉണ്ടാവുമോ അതോ മാറ്റം ഉണ്ടാവുമോ? തുടർ ഭരണം ഉണ്ടാവില്ല. എന്തുകൊണ്ട് ഉണ്ടാവില്ല? ജനങ്ങൾ അത്രയും വെറുത്തു. ഏതൊക്കെ മേഖലയിൽ വെറുപ്പിച്ചിട്ടുണ്ട്? പിന്നെ പറയേണ്ട ആവശ്യമില്ല. വെറുപ്പിച്ചിട്ടുണ്ടെന്ന് ഞാൻ ചോദിക്കുകയാണ്. എല്ലാ മേഖലയും A to Z. ചേട്ടൻ്റെ അഭിപ്രായത്തില് വൈശാഖ് സ്വാമി വിജയിക്കും. കാരണം അയാൾ യുവത്വത്തിന്റെ പ്രതീകമാണ്. തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് അയാൾ ജയിക്കണം. യുവ എഞ്ചിനീയറാണ്. ജയിച്ചേ പറ്റൂ. ഓക്കെ. ചേട്ടന്റെ അഭിപ്രായത്തിൽ ആര് വിജയിക്കും? വൈശാഖ് വിജയിക്കും. ചേട്ടൻ എന്ത് പറയണു? ആരെയും പറയാനില്ല, ആരെയും പക്ഷം പിടിക്കാനില്ല. ചേട്ടൻ എന്ത് പറയണു? ചേട്ടൻ മൊബൈൽ നോക്കിയിരിക്കുകയാണ്. ആര് വിജയിക്കും? വോട്ട് ചെയ്യൂലോ? എങ്ങനെയുണ്ട് പൊതുവെ കഴിഞ്ഞ 5 വർഷം? അത്രേ ഉള്ളൂ. ഓക്കെ. താങ്ക് യു. ചേട്ടാ നമസ്കാരം. ആര് വിജയിക്കത്തോണോ വടക്കാഞ്ചേരി? ഓട്ടോ മേഖലയുമായി ബുദ്ധിമുട്ടുകളുണ്ടോ? എല്ലാം ബുദ്ധിമുട്ടാണ്. നല്ല ബുദ്ധിമുട്ട്. ജീവിക്കാൻ മാർഗം അവര് വെച്ചാൽ അവരെ കുടുംബത്തിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുള്ളത്? എന്റെ ബുദ്ധി പറയാനുള്ള ദിവസം പറയേണ്ടി വരും. ഓക്കെ. ശരി. ഓക്കെ. താങ്ക് യു. നമസ്കാരം ചേട്ടാ. വടക്കാഞ്ചേരിയിൽ ഇത്തവണ ആര് വിജയിക്കും? അത് പള്ളി. കേരളത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ഭരണമാറ്റം ഉണ്ടാവും? ആയിട്ടില്ല. 80% ആര് വിജയിക്കും? LDF കിട്ടും 80%. ഓക്കെ. ചേട്ടന്റെ അഭിപ്രായത്തില് വൈശാഖ് വിജയിക്കും 100%. എന്തായാലും 100%ത്തിന്റെ കാരണം പറയാൻ? 100% അതങ്ങനെയാണ്. കാരണം അവൻ യൂത്താണ്. വിദ്യാഭ്യാസത്തിന്റെ കാര്യമില്ല. സേവ്യർ ഇവിടെ വന്നിട്ട് ഇപ്പൊ ഇവിടെ ഈ അടാട്ട് പഞ്ചായത്തിൽ എന്ത് ചെയ്താണ് ഒന്നും അവനിപ്പോഴാണ് കണ്ടത്. അപ്പൊ കുറച്ച് മാറി നിൽക്കട്ടെ. പുതിയ ആൾക്കാർ വരണം. കേരളത്തിന്റെ ഒരു അവസ്ഥ എന്തായിരിക്കും? മാറ്റം ഉണ്ടാവും. അവിടെ മാറ്റം ഉണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാവും. ചേട്ടൻ്റെ ഒരു അഭിപ്രായത്തിൽ ആരും വിജയിക്കുക? അഭിപ്രായമില്ല. ഓക്കെ. താങ്ക് യു. ചേട്ടന്റെ അഭിപ്രായത്തിൽ ആരും വിജയിക്കും തവണ? LDF ജയിക്കും. കാരണം ഒരുപാട് മാറ്റങ്ങൾ. എന്തൊക്കെ മാറ്റങ്ങളാണ്? അതുപോലെ നമ്മുടെ ഏറ്റെടുത്ത് സ്കൂൾ കെട്ടിടങ്ങളിൽ നല്ല മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ 1050 അതായത് 650 വരെയുള്ളത്. അവിടുത്തെ ആ പാലത്തിന്റെ പടിയുണ്ട്. ആ വഴിക്ക് 2 കോടി പാസ്സാക്കിയിരിക്കുക. അപ്പൊ ഒരുപാട് വികസനങ്ങൾ. ഇങ്ങനെയൊക്കെ വികസനങ്ങൾ ഉണ്ടായിട്ട് ഇത്തവണ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പില് ഈ പഞ്ചായത്ത് ഒരു മാറ്റം ഉണ്ടായി. LDF ആയിരുന്നു ആദ്യം ഭരിച്ചിരുന്നത്. പിന്നെ UDF എത്തി. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. എന്തൊക്കെ കാരണങ്ങൾ? മാത്രമല്ല, അത് ഒരു വ്യക്തികളെ അതായത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള വോട്ടുകളാണ് ക്രോഡീകരിച്ചിരിക്കുന്നത്. ഇതങ്ങനെ ആയിരിക്കില്ല. അത്രയധികം മാറ്റങ്ങളോട് വരുത്തിയിട്ടുണ്ട്. ഒരുപാട് വികസന പ്രവർത്തനം. ഓക്കെ. താങ്ക് യു. അറിയില്ല. കേരളത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ഭരണം ആര് പിടിക്കും? തുടരുമോ അതോ പിടിച്ചെടുക്കുമോ? ഒന്നും പറയാൻ പറ്റില്ല. ഓക്കെ. താങ്ക് യു. ചേട്ടാ നമസ്കാരം. വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ ഇത്തവണ ആര് വിജയിക്കും? അങ്ങനെയാണ് വിചാരിക്കുന്നത്. കാരണം
നമ്മുടെ പ്രവർത്തനം വലിയ കുഴപ്പമില്ല. ഞാൻ ആർഎസ്കാരനാണ്. എന്നാലും ഞാൻ അഭിപ്രായം പറഞ്ഞാണ്. ഞാൻ ജനങ്ങളുടെ അഭിപ്രായം എനിക്ക് മനസ്സിലായതുകൊണ്ട് ഇത്തവണ RSS കാരനെന്ന് പറഞ്ഞ കാരണം ചോദിക്കാണ്, NDAയുടെ അവസ്ഥ എന്തായിരിക്കും? വോട്ട് വർദ്ധിപ്പിക്കും? 5-6 സീറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. കേരളത്തില് വടക്കാഞ്ചേരിയിൽ വോട്ട് 10,000 വോട്ടിന്റെ മുന്നിലോട്ടുണ്ടാവും. കൂടുതൽ കഴിഞ്ഞ പ്രാവശ്യത്തേക്ക്. കഴിഞ്ഞ തവണ അതിന് മുന്നത്തെ തവണത്തേക്ക് കുറയുക ചെയ്തു. തവണ 27,000, കഴിഞ്ഞ തവണ 17. 21 എന്നാണ് എന്റെ ഒരു 5,000 വോട്ട് കുറയുകയാണ് ചെയ്തത്. 36,000 വോട്ടാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത് ഇത്തവണ. ഞങ്ങൾക്ക് തദ്ദേശത്തില് 34 കിട്ടിയിട്ടുണ്ട്. 2,000 കൂടുതലാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ കൂടുതലാണ് പ്രതീക്ഷിക്കുന്നത്. ഈ പഞ്ചായത്തിൽ ഞങ്ങൾക്ക് 5,000 മീതെ വോട്ട് കിട്ടിയിരുന്നത് 6,000 മീതെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ഞാനൊരു വർക്കിൽ പോകണ. ഓക്കെ പ്രവർത്തകനാണ്. ഓക്കെ, താങ്ക് യു ചേട്ടാ. നമസ്കാരം. നമസ്കാരം. വടക്കാഞ്ചേരിയിൽ തവണ ആര് വിജയിക്കും? വടക്കാഞ്ചേരി എന്ന് പറയുകയാണെങ്കിൽ ഇടതുപക്ഷത്തിന്റെ കോട്ടയാണ്. അങ്ങനെ റിലേറ്റീവ് ആണ് സേവ്യർ ചിറ്റിപ്പള്ളി. ഭാര്യയുടെ വല്യമ്മേരെ മോനാണ്. സ്വാഭാവികമായിട്ട് നല്ല അഭിപ്രായമാണ് ജനങ്ങൾക്കുള്ളത്. ബന്ധുക്കാരുടെ ഇടയിൽ നല്ല അഭിപ്രായമാണ്. അത് ജയിക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം. ചേട്ടന്റെ അഭിപ്രായത്തിൽ ആര് വിജയിക്കും? ഇവിടെ സേവിയർ ചിറ്റിപ്പള്ളി ജയിക്കണമെന്ന് ആഗ്രഹം. കാരണം പല പല കാര്യങ്ങളും നടത്തിക്കൊണ്ടിരുന്ന ആളാണ് ചിറ്റിപ്പള്ളി. പല മുൻകൂട്ടി കയറിയിട്ടുള്ള ആളുകളൊന്നും ഇവിടെ എങ്ങനെ മുൻകൂട്ടി കയറിയിട്ട് MLA-മാരൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ താൽക്കാലികമായിട്ട് ഹെൽത്ത് സെൻ്ററിൽ വരെ കണ്ടമാനക്കാർക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. 10 ആൾക്ക് ചികിത്സിക്കാനുള്ള ഏർപ്പാട് വരെ സേവിയർ ചിറ്റിപ്പള്ളി ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ചേട്ടാ. നമസ്കാരം. വടക്കാഞ്ചേരിയിൽ തവണ ആര് വിജയിക്കും? ആര് വിജയിക്കാനായിട്ട് എൻ്റെ പാർട്ടിയാണെങ്കിൽ വൈശാഖ് വിജയിക്കും. വൈശാഖ് വിജയിക്കും. ഉറപ്പാണ്. എന്തുകൊണ്ട് എത്ര 100% ഉറപ്പാണോ? ഞാൻ ഇത്രയും കാലം ഇതിൽ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് വിജയിക്കണം. ഓക്കെ, ഉറപ്പ്. താങ്ക് യു. ചേച്ചി നമസ്കാരം. വടക്കാഞ്ചേരിയിൽ തവണ ആര് വിജയിക്കും? LDF വിജയിക്കോ? LDF വിജയിക്കോ? UDF വിജയിക്കോ? LDF. ചേച്ചിയുടെ അഭിപ്രായത്തിലോ? LDF. ഓക്കെ, താങ്ക് യു ചേട്ടാ. നമസ്കാരം. നമ്മുടെ നിയോജകമണ്ഡലത്തിൽ ഇത്തവണ ആരാ വിജയിക്കുക? തമ്പുരാന് മാത്രമേ അറിയുള്ളൂ. ഓക്കെ, താങ്ക് യു ചേട്ടാ. നമസ്കാരം. വടക്കാഞ്ചേരി നിയോജകമണ്ഡലത്തിൽ ഇത്തവണ ആര് വിജയിക്കും? PN വൈശാഖ് ആള് വിജയിക്കും. ഓക്കെ, താങ്ക് യു. നമസ്കാരം. വടക്കാഞ്ചേരിയിൽ തവണ ആര് വിജയിക്കും? നോ കമന്റ്സ്. ചേട്ടാ, വടക്കാഞ്ചേരി തവണ ആര് വിജയിക്കും? PN വൈശാഖ് വിജയിക്കും. ഒരു തുടർ ഭരണം ഉണ്ടാവും ഇത്തവണ? വളരെ കുറവാണ്. കാരണം മടുത്തു. ഓക്കെ, താങ്ക് യു. ഏതൊക്കെ മേഖലയിൽ മടുത്തു എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുമോ? ഏതൊക്കെ മേഖലയല്ല അത് പറയണ്ടേ? സമയത്ത് പറയാം. സമയം തരാം, പറഞ്ഞോളൂ. ആരോഗ്യ മേഖലയെ കുറിച്ച് പറയണ്ടല്ലോ. 5 കൊല്ലൊക്കെ വയറ്റിൽ കത്തിയിട്ട് സാധാരണ ലോട്ടറി മേഖല, തൊഴിൽ മേഖല, നീ ഏത് മേഖല പറയണ്ടേ? അവര് കൃത്യമായി പെൻഷൻ കൊടുക്കുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഇല്ലല്ലോ. മാസത്തിൽ 3,000-2,000 പെൻഷൻ കിട്ടിയിട്ട് സാധാരണ ജീവിക്കും. അതിന് ഉതകുന്ന ഒരുപാട് ഉണ്ട്. തൊഴിലവസരങ്ങൾ, തൊഴിലുകൾ നമ്മുടെ ചെറുപ്പക്കാർക്ക് നാടിട്ട് പോലെ അന്വേഷിച്ചിട്ടുണ്ട്. അവിടെ സർക്കാർ അന്വേഷിച്ചിട്ടുണ്ടോ? ഈ തൊഴിലാളിയാണ്. ആ മേഖലയിൽ 7 നിയമങ്ങൾ മാറ്റി വെച്ചു. 7 നിയമങ്ങൾ കേന്ദ്ര സർക്കാർ വെട്ടിച്ച് ഇല്ലാതാക്കി. സംസ്ഥാന സർക്കാർ അറിഞ്ഞില്ലെന്ന് പറഞ്ഞത്. ഇടപെടുന്നില്ല കൃത്യമായിട്ട്. ജീവിക്കാൻ പറ്റുള്ളൂ. ഡ്രൈവറായിരിക്കണം. അതൊക്കെ സംസാരിച്ചുള്ളവരെ കുറിച്ച് നമ്മളത് ചെയ്യാനോ അല്ലാതെ എല്ലാം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പൊ ഒന്ന് ട്രാക്ക് വേണ്ടി എന്ത് സംഭവിക്കും? ഭരിക്കുന്നവരുടെ ഉത്തരവാദിത്തല്ലേ? ആര് ഭരിക്കട്ടെ? 10 കൊല്ലം തുടർച്ചയായിട്ട് ഭരിക്കുമ്പോ ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാവണം. ഫ്ലക്സ് ബോർഡിൽ വികസന നായകനെ വികസനം വിസ്മയെന്നൊക്കെ എഴുതുന്നത് കൂടിയാണ്. ഇവിടെ എല്ലാത്തിനും വില കൂടുന്നുണ്ട്. ചായക്ക് 12 രൂപയുണ്ട് ഇല്ലേ? സത്യവാചമ്പളത്തെ കുറിച്ച് പറയണ്ട. പറയണ്ടല്ലോ. ഓക്കെ, വ്യക്തമാണ്, പറഞ്ഞത് വ്യക്തമാണ്. ചേട്ടന്റെ അഭിപ്രായത്തിൽ ആര് വിജയിക്കും തവണ? വൈശാഖ് ജയിക്കണമെന്ന് ആഗ്രഹം. കാരണം ഒരു മാറ്റം കാണാം.
ഞാൻ ടിപ്പർ ഓടിക്കുന്ന ആളാണ്. ടിപ്പർ. അത് കൊണ്ടുനടന്നിട്ട് അരി മേടിക്കാൻ അരി മേടിക്കാനോ പറ്റില്ലേ? ചേട്ടായിട്ടപ്പോൾ നിൽക്കണേ മുൻകാലങ്ങളിലൊക്കെ കുഴപ്പമില്ലാണ്ടൊക്കെ ജീവിച്ചു പോകുന്നതാണ്. ഇപ്പോൾ നടക്കുന്നത് എന്തൊക്കെ പ്രയാസങ്ങളാണ് ടിപ്പർ മേഖലയിൽ അനുഭവിക്കുന്നത്? പ്രയാസങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഓവർലോഡിന് ഭയങ്കര പിടുത്തം എം വി ഡിയും പോലീസും ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ സബ്സിഡി പറയുകയാണെങ്കിൽ കാറ്റ് കൊണ്ടിട്ട് വീട്ടിൽ നിന്ന് പോകാൻ പേടിയാണ്. കഴിഞ്ഞ് 19,000 കയ്യില്ലാണ്ട് വൈകുന്നേരം മുമ്പിൽ ചെല്ലാൻ പറ്റില്ല. ആ അവസ്ഥയാണ്. അങ്ങനെയുള്ള ഓരോ മേഖലയും ഈ ടിപ്പറിൻ്റെ മേഖല അസ്തമിച്ചു. അരി അത് കറക്കൂല. അപ്പം അതിൽ മാറ്റം കിട്ടാൻ നമ്മുടെ ചെക്കാൻ ജയിച്ചാൽ രക്ഷപ്പെട്ടു. ഓക്കെ, താങ്ക് യു. ചേട്ടൻ്റെ അഭിപ്രായത്തിലേ നോ കമൻസ്. ഓക്കെ, താങ്ക് യു. ചേട്ടാ നമസ്കാരം. ഇത്തവണ വടക്കാഞ്ചേരിയിൽ ആര് വിജയിക്കും? എന്തുകൊണ്ട് വിജയിക്കും? ഏതൊക്കെ വിഷയങ്ങൾ ഏതൊക്കെ കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്? എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യത്തിലും ഇടപെട്ടിട്ടുണ്ട്, ജനങ്ങളായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയം. ഓക്കെ ഓക്കെ, താങ്ക് യു. വടക്കാഞ്ചേരിയിൽ ഇത്തവണ ആര് വിജയിക്കും? വൈശാഖൻ വിജയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്തുകൊണ്ടാണ്? വരട്ടെ, യുവത്വം വരട്ടെ, വടക്കാഞ്ചേരിക്ക് ചെറുപ്പാവട്ടെ എന്നാണ് ചേട്ടൻ പറയുന്നത്. തീർച്ചയായിട്ടും. കേരളത്തിന്റെ ഒരു അവസ്ഥ എന്തായിരിക്കും? കേരളത്തിന് ഒരു മാറ്റം അനിവാര്യമാണ്. ഇപ്പത്തെ സർക്കാരിൽ എന്തെങ്കിലും അസംതൃപ്തി ഉണ്ടോ ചേട്ടന്? സർക്കാരിനെ മൊത്തമായിട്ട് പറയാൻ പറ്റില്ല. ചില മേഖലകളിൽ ചില കാര്യങ്ങളിൽ തീർച്ചയായിട്ടും പ്രതിഷേധമുണ്ട്. ഏതൊക്കെ വിഷമങ്ങളുണ്ട്? ഏതൊക്കെ മേഖലയാണ്? അങ്ങനെ പ്രത്യേകിച്ച് പറയാമെന്നുണ്ടെങ്കിൽ നമുക്ക് യുവാക്കളുടെ കാര്യം തന്നെ എടുത്ത് പറയാം. ജോലി അവസരങ്ങൾ ഉണ്ട് എന്ന് പറയുന്നു, പക്ഷെ പൊതുവെ കിട്ടാനുള്ള നമ്മുടെ ഇവിടുത്തെ സാഹചര്യങ്ങൾ കുറവാണ്. അത് പറയുമ്പോൾ കുറേ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് അറ്റൻഡ് ചെയ്ത ഒരു ബുദ്ധിമുട്ട് നേരിട്ട് അറിയാം, അനുഭവിച്ചുകൊണ്ട് നേരിട്ട് അറിയാം. പിന്നെ എനിക്ക് തോന്നുന്നു മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇനി വരുന്ന കാലങ്ങളിൽ ഒരു മാറ്റം യുവത്വത്തിലൂടെ വരുന്ന ഒരു ആഗ്രഹം, ഒരു എന്താ പറയുക, ഒരു ചേഞ്ച് വേണമല്ലോ. മുൻകാലങ്ങളിൽ അതൊക്കെ അനിവാര്യമാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു തികച്ചും യുവത്വം വരണം, അല്ലെങ്കിൽ കുറച്ചും കൂടി നിയമപരമായ കാര്യങ്ങളിലും അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ജീവിത സാഹചര്യത്തിലും അവരുടേതായ പുതിയ ഐഡിയാസ് അങ്ങനെയുള്ള കാര്യങ്ങൾ വരണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് യുവത്വം വരണമെന്ന് പറയുന്നത്. വിദ്യാഭ്യാസമുള്ളവർ വരണം എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും. ഓക്കെ ഓക്കെ, താങ്ക് യു. ആര് വിജയിക്കും? അത് സേവ്യർ ചിറ്റപ്പള്ളി വിജയിക്കും. എന്തുകൊണ്ട് വിജയിക്കും? കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു. ചേട്ടാ നമസ്കാരം. വടക്കാഞ്ചേരിയിൽ ഇത്തവണ ആര് വിജയിക്കും? സേവ്യർ വിജയിക്കും. ഓക്കെ, താങ്ക് യു. നമസ്കാരം. വടക്കാഞ്ചേരിയിൽ ഇത്തവണ ആര് വിജയിക്കും? വടക്കാഞ്ചേരിയില്ല. എവിടെ വീട് എവിടെ? കേരളം ഇത്തവണ ആര് ഭരിക്കും? LDF. ഓക്കെ, താങ്ക് യു. ചേട്ടാ നമസ്കാരം. വടക്കാഞ്ചേരി ഇത്തവണ ആര് വിജയിക്കും? ഒന്നും പറയാൻ പറ്റില്ല. ഓക്കെ, താങ്ക് യു. നമസ്കാരം. ഇത്തവണ ആര് വടക്കാഞ്ചേരി വിജയിക്കും? മൂന്നുപേരും ഒരേപോലെ നല്ല മത്സരമാണ്. കടുത്ത മത്സരമാണ്. ആരായിരിക്കും നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. എന്നാലും കഴിഞ്ഞ വർഷത്തെ ആള് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. നിലവിലെ MLA മറ്റു രണ്ടുപേരും പുതിയ ആളുകളാണ്. ഉല്ലാസ് ബാബു ഇതിനു മുമ്പ് 2 തവണ മത്സരിച്ചിട്ടുണ്ട്. അല്ല, നമുക്ക് പ്രവർത്തനം കണ്ടുപിടിച്ചിട്ടുള്ളത്. കേരളത്തിന്റെ ഒരു അവസ്ഥ എന്തായിരിക്കും? ആര് ഭരിക്കും? ഭരണം തുടരുമോ അതോ UDF അധികാരത്തിൽ വരുമോ? UDF അധികാരത്തിലൊരു ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്താ, ഒരു തൂക്ക് മന്ത്രിസഭ ആയിരിക്കാനാണ് സാധ്യത. തൂക്ക് മന്ത്രിസഭ സാധ്യതയുണ്ട്. തൂക്ക് കണ്ടിട്ട്. അതെ. ഓക്കെ, താങ്ക് യു. പറഞ്ഞൊരു പ്രസക്തമായ കാര്യമുണ്ട്, കൂടുതൽ പേരും ചർച്ച ചെയ്യാത്തൊരു വിഷയമാണ്. ഇത്തവണത്തെ മന്ത്രിസഭ എന്ന് പറയുന്നത് ഒരു തൂക്ക് മന്ത്രിസഭയാവാൻ സാധ്യതയുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രസക്തമാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം.
പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ JJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പുത്തൻപള്ളിക്ക് പിൻവശം, പള്ളിക്കുളം റോഡ്, തൃശൂർ.